നിങ്ങളെ കൺഗ്രാജുലേറ്റ് ചെയ്ത് വയ്യ. വിഷ് ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, സീ യു. അടിക്കുന്നതിനെ അടിക്കല്ലേ അടിക്കല്ലേ. കള്ള തെമ്മാടി നിൽക്കട അവിടെ. ഒറ്റ ബീക്ക് ഞാൻ വെച്ച് തന്നാലുണ്ടല്ലോ. വാടാ അവിടെ. അടിച്ചോ. പക്ഷെ വടിയെ ഞാൻ ഒളിച്ചു പോയാലേ തിരിച്ച് പള്ളിയിലേക്ക് പോകാൻ പറ്റൂല. നീ പോടാ അവിടുന്ന്. നിന്റെ പപ്പായും അവന്റെ പപ്പായും ഈ വടിയുടെ ചൂട് ശരിക്കും അറിഞ്ഞിട്ടുള്ളതാ. അങ്ങൊന്നും ഒടിയാത്ത വടിയാ നീ നിന്നെ തല്ലിയാ ഒടിയാൻ പോകുന്നത്. എന്റെ ഗ്രാൻഡ് ഫാദറിനെയും തല്ലിയിട്ടുള്ള വടിയെന്ന് പറയുമ്പോ ഏതാണ്ട് ഫാദറിന്റെ പ്രായം കാണുമല്ലോ ഇതിന്. അപ്പൊ സുന്ദരക്കുട്ടപ്പനായിരുന്ന കാലത്ത് വടിയും കുത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നു ഫാദറിന്റെ നടപ്പല്ലേ. പോടാ അവിടുന്ന്. അച്ഛന്റെ ആ ലോഹം അങ്ങ് അഴിച്ചു മാറ്റി രണ്ടിനെയും വള്ളി ടോംസിൽ ഇടിച്ചാൽ ഏതെങ്കിലും നഴ്സറി കൊണ്ടാക്കാം. ആ ഇടാ റിച്ചാർഡേ, ഈയിടെയായി നിന്റെ കുറുമ്പും കുശൃതിയും കുറച്ച് കൂടുതലാണെന്ന് കേൾക്കുന്നുണ്ടല്ലോ. അയ്യോ ഫാദർ, എന്നെ കണ്ട കുറുമ്പനാണെന്ന് തോന്നുന്നു. ആരാണ്ട് വെറുതെ അസുഖം കൊണ്ട് പറഞ്ഞാവും. അത്യാവശ്യത്തിന് വേണ്ട പാപമൊക്കെ നീ ചെയ്യുന്നുണ്ടല്ലോ. പിന്നെ നുണ പറഞ്ഞതിന്റെ എണ്ണം കൂട്ടണമെന്നുണ്ടോ? എടാ കറിയായേ, ഇവനിപ്പോൾ 10-30 വയസ്സായില്ലയോ? ഇങ്ങനെ കയറൂരി വിട്ടാ മതിയോ? ഇവൻ എവിടെങ്കിലും ഒന്ന് പിടിച്ചു കെട്ടണ്ടേ? ഇത് നല്ല ചോദ്യം. റിച്ചാർഡ് കുഞ്ഞിന്റെ കാര്യങ്ങൾ തീരുമാനിക്കാൻ അവകാശവും അധികാരമുള്ള അച്ഛനല്ലേ അവന് മുൻകൈ എടുക്കേണ്ടത്. എടാ, ഇവന് പറ്റിയ ഒരു പെങ്കൊച്ചിനെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. പെങ്കൊച്ചെന്ന് പറഞ്ഞാലുണ്ടല്ലോ എന്താ പറയാ, വേണ്ട തിരുവസ്ത്രം ഇട്ടുകൊണ്ട് എങ്ങനാ വർണ്ണിക്കുക. എടാ, നിനക്ക് ഒരു ഒത്ത പെണ്ണ്. അല്ല, എന്ന് തുടങ്ങി ഫാദറിന്റെ ഈ മാരേജ് ബ്യൂറോ? ഇല്ല, നീ എന്റെ വാങ്ങിച്ചേ അടങ്ങൂ. എന്റെ പൊന്നച്ചോ, പിടിച്ച പിടിയാലെ ഒരു ഒത്ത പെണ്ണിന് കെട്ടിച്ചു കൊടുക്കാൻ മാത്രം മുറ്റി വളർന്ന് പുര നിറഞ്ഞു നിൽക്കാണോ ഞാൻ? വരട്ടെ, കുറച്ചുകൂടെ കഴിഞ്ഞ് പെണ്ണ് കെട്ടാനുള്ള ഒരു മൂടൊക്കെ വരുമ്പോ നമുക്ക് ആലോചിക്കാം. അപ്പോഴാച്ചോ, എവിടെയാ നമ്മുടെ ആ ഒത്ത പെണ്ണിന്റെ വീട്? അങ്ങ് കോത്താരത്ത്. പോടാ അവിടുന്ന്. വിട്ടോട്ടെ മാഷെ, അല്പം തിരക്കുണ്ട്. ഓ ആയിക്കോട്ടെ. മാഷേ നിർത്തി. എന്താ വേണ്ടേ? ഒരു കാര്യമുണ്ട്. പോയിട്ട് തീർക്കണ്ട്. ഒരു പ്രശ്നമുണ്ടേ, നിർത്താൻ. സൈക്കിൾ നല്ല പരിചയമില്ലല്ലേ? സൈക്കിൾ ചവിട്ടല്ല എന്റെ ജോലി. ജോലിയൊക്കെ എനിക്കറിയാം. മാഷാണ്, വർമ്മ എന്നാണ് പേര്, ഒക്കെ അറിയാം. എന്റെ പേരെന്താന്ന് ചോദിക്കേ. എന്തിനാ ചോദിക്കേ. എന്താ? ഐ എം റിച്ചാർഡ്. റിച്ച് എന്ന് വിളിക്കും. ആ വണ്ടി ഒന്ന് മാറ്റിയാൽ എനിക്ക് പോയായിരുന്നു. മാറ്റാം. ഒരു ഫ്രണ്ടിനെ കാത്തിരുന്നപ്പോഴാ മാഷ് വരുന്ന കണ്ടത്. കണ്ടിട്ട് മിണ്ടാതെ പോകുന്നത് ശരിയല്ലല്ലോ. ഒന്ന് നിൽക്കും മാഷെ, ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? എന്റെ മാഷെ, ഇന്നലെ രാത്രി ഞാൻ ഒട്ടും ഉറങ്ങിയിട്ടില്ല. അതിനിപ്പോ ഞാൻ എന്താ വേണ്ടേ? ചികിത്സിക്കാൻ ഞാൻ ഡോക്ടറല്ല. മാഷിന്റെ സെൻസ് ഓഫ് ഹ്യൂമർ ഭയങ്കരമാണല്ലോ. പോയിട്ട് തിടുക്കമുണ്ട് കേട്ടോ മാഷെ, ഉറങ്ങാതെ രാത്രി മുഴുവൻ ഇരുന്ന് ഞാൻ ആലോചിക്കായിരുന്നു. ഒത്തിരി നേരം ആലോചിച്ചപ്പോഴല്ലേ പിടികിട്ടിയത്. എന്ത്? ഉള്ളത് പറയാലോ, മനസ്സിൽ എന്തെങ്കിലും ഒളിപ്പിച്ചു വെച്ച് നടക്കുന്ന സ്വഭാവം എനിക്കില്ല. അതാ കണ്ടോടനെ മാഷെ വിളിച്ചെടുത്ത് പറയാന്ന് വിചാരിച്ചു. എന്താന്ന് വെച്ചാ പറഞ്ഞൂടെ? പോയിട്ട് തിരക്കുണ്ട്. പറയുമ്പോ മാഷക്കൊന്നും തോന്നരുത്. മാഷയുടെ ശുദ്ധതയ്ക്കും എന്റെ സത്യസന്ധതയ്ക്കിടയിൽ അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുടെ ആവശ്യമില്ല. ഞാൻ ആലോചിച്ചിരുന്നത് എന്താണെന്നറിയോ? എന്താ? മാഷയുടെ ഭാര്യയെക്കുറിച്ച്. എന്താ പറഞ്ഞത്? അല്ല, ഞാൻ ആലോചിച്ചത് മാഷയുടെ ഭാര്യയെക്കുറിച്ചാണെന്ന് പറയായിരുന്നു. അവരുടെ സൗന്ദര്യത്തെക്കുറിച്ച്. എന്താണ് ആ സൗന്ദര്യത്തിന്റെ രഹസ്യം? എവിടെയാണ് ആ സൗന്ദര്യത്തിന്റെ മർമ്മം?
പിന്നെയല്ലേ പിടികിട്ടത് റിയലി അവരുടെ കണ്ണുകളാണ്. such a dynamic eyes I had never seen. സോറി, മാഷിന് മറ്റൊന്നും തോന്നരുത്. അതെ, ചുമ്മാ ഒരു സൗന്ദര്യാരാധനയുടെ പേരിൽ അറിയാതെ പറഞ്ഞതേ ഉള്ളൂ. മാഷന്റെ നല്ല സുഹൃത്തല്ലേ, എനിക്ക് യാതൊരു ദുരുദ്ദേശമില്ല കേട്ടോ. ഓക്കെ. മിണ്ടാണ്ടെല്ലാം കേട്ടോണ്ട് വന്നിട്ട് എന്റെ മുമ്പിൽ കിടന്ന് ചൂണ്ടിയെടുത്തിട്ട് എന്തിനാ? ഞാനായിരുന്നെങ്കിൽ ചെരുപ്പൂരി അയാളുടെ മുഖത്തൊന്ന് കൊടുത്തനെ. അടിക്കണമെന്നൊക്കെ എനിക്കും തോന്നിയത് അശ്വതി. ഒന്നാമത് റോഡ്, പിന്നെ പൊതുസ്ഥലത്ത് വെച്ച് നമ്മൾ ആളെ അടിക്കാന്നൊക്കെ പറഞ്ഞാൽ അത് നമ്മുടെ സംസ്കാരത്തിന് ചേർന്നാണ് മോളെ. മാത്രമല്ല എന്തിനും മടിക്കാത്ത വർഗ. ഞാൻ പറഞ്ഞ അങ്ങോട്ട് കൊടുക്കുമ്പോ അവൻ രണ്ടെണ്ണം ഇങ്ങോട്ട് തരില്ല എന്നുള്ളത് എന്താ ഉറപ്പ്? അപ്പൊ പിന്നെ കാര്യങ്ങൾ കൂടുതൽ വഷളാവല്ലേ ഉള്ളൂ. എനിക്ക് പോട്ടേന്ന് വെക്ക. ഏതോ ഒരുത്ത എന്തോ പറഞ്ഞെന്ന് വെച്ച് നമ്മൾ ചുണ്ടി പിടിച്ച് നടന്നിട്ട് എന്തിനാ? പിന്നെ അല്ലാണ്ട് അതല്ലേ ഞാൻ പോട്ടേന്ന് വെച്ചത്. അല്ലെങ്കിൽ ഇത്ര ചുണ്ടി പിടിക്കാൻ മാത്രം അയാൾ എന്താ പറഞ്ഞത്? ഞാൻ സുന്ദരിയാണെന്ന് പറഞ്ഞു അല്ലേ? എന്റെ കണ്ണുകൾക്ക് ഭംഗിയുണ്ടെന്ന് പറഞ്ഞു ഇല്ലേ? കണ്ടോ കണ്ടോ, പെൺബുദ്ധിക്ക് അത് ഇച്ഛ പിടിച്ചിരിക്കണു. പ്രശംസയല്ലേ, പിടിക്കാണ്ട് വരുമോ? ഞാൻ വെറുതെ തമാശ പറഞ്ഞല്ലേ കുമാരേട്ട. കോന്തൻ, എന്റെ അശ്വതി കുട്ടി സുന്ദരിയാണെന്ന് അവന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് വേണ്ടേ? ആലോചിക്കുമ്പോ എനിക്കങ്ങോട്ട് ദേഷ്യം വന്നിട്ടുണ്ടല്ലോ. പിന്നെയും ദേഷ്യം വരാ? കുമാരേട്ടന് ദേഷ്യം വരുമ്പോ മുഖം കാണാൻ നല്ല ചന്തോ. ഗുഡ് മോർണിംഗ് ഫാദർ. ഇതിപ്പോ മോർണിംഗ് അല്ല, ഈവനിങ്ങാ. സേ ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിംഗ് ഫാദർ. ആ As per terms of the existing service, you are bound to attend the servicing and repairing of our machineries. സോറി സർ, ഇത്രയും സ്പീഡിൽ പറഞ്ഞാൽ എഴുതിയെടുക്കാൻ പ്രയാസമാണ്. സ്പീഡ് കൂടിപ്പോയല്ലേ? പൊതുവെ എനിക്ക് അല്പം സ്പീഡ് കൂടുതലാണ്. എവിടം വരെ എഴുതി? ഓഫ് അവർ മെഷീനറീസ്. Of our machineries at the existing rate till the expiry of the contract period. Therefore, we are not able to. Able to? Yes. Able to comply with your request for an immediate revision of the rates. However, yo. Betty, my dear Betty, എന്നെ ഞാൻ വിളിച്ചോട്ടെ. തീരെ പ്രതീക്ഷിക്കാതെ തികച്ചും നാടകമായിട്ടാണ് ബെറ്റി എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. എത്രയോ സുന്ദരികളായ സ്റ്റെനോഗ്രാഫർമാർ ഇതിനു മുൻപും എന്റെ ഓഫീസിൽ ജോലി ചെയ്തിട്ടുണ്ട്. എന്നോട് അല്പനേരം സംസാരിക്കാൻ, ഒന്ന് കൊഞ്ചിക്കുഴയാൻ അവരൊക്കെ ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ട്. അവരുടെ ഒന്നും വലയിൽ വീഴാതിരുന്ന ഞാൻ അറിയാതെ ബെറ്റിയുടെ മുമ്പിൽ, യെസ്, ബെറ്റിയുടെ മുമ്പിൽ മാത്രം ആയുധം വെച്ച് കീഴടങ്ങിയിരിക്കുന്നു. ഇപ്പൊ ബെറ്റി എന്റെ ലഹരിയാണ്. ബെറ്റി എന്റെ സ്വപ്നമാണ്. ഐ ലവ് യു. യെസ്, ഐ ലവ് യു. Come on, have it. എന്ത് പറ്റും പക്ഷേ? എന്താണ് കണ്ടൂടെ? വെപ്രാളപ്പെട്ട ഒരു കാര്യം ചെയ്താൽ ശരിയാവില്ല മാഷേ. വീട്ടിലേക്കല്ലേ പോകേണ്ടത്? ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട, അല്പം വൈകി വീട്ടിലെത്തിയാൽ ഒരു കുഴപ്പമില്ല. ഇത് ശരിയാക്കിയിട്ട് ഞാൻ സൗകര്യമായിട്ട് പോകണം. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ മാഷേ? മാഷ ഇങ്ങനെ വഴിയിലിട്ടേച്ചു എന്ന് പറഞ്ഞാ അത് മര്യാദ കേടല്ലേ? എന്താ ഈ കാണിക്കണേ? ഒന്നുമില്ലേലും നമ്മൾ അത്രയ്ക്ക് അടുത്ത സുഹൃത്തുക്കളല്ലേ. വാ കേറ്. വാ. എന്താണെന്നറിയില്ല, ആദ്യം കണ്ടപ്പോ തന്നെ മാഷ എനിക്ക് അങ്ങ് ഇഷ്ടമായി. ചില ആളുകളെ കാണുമ്പം ഒരു പ്രത്യേകത തോന്നുമല്ലോ. എന്താ പറയാ, ഒരുപാട് കാലമായിട്ട് അടുപ്പമുള്ളതുപോലെ. രാജകുടുംബത്തിൽ പിറന്നുകൊണ്ടാവും
മാഷിന്റെ മുഖത്തെ ഐശ്വര്യം. മോസ്തുതിയല്ല കേട്ടോ. മാഷെന്താ ഒന്നും മിണ്ടാത്തത്? ഒരാളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ, പിന്നെ ഞാനെന്താ ഇടയ്ക്കേറി പറയാ? ആട്ടെ പക്ഷേ മാഷിന്റെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര ആളായി? എന്തിനാ? എത്ര ആളായി? കുറച്ചാളായി. ചോദിക്കുന്നുണ്ട്.